വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. നിലമ്പൂരിൽ കൊട്ടിക്കലാശം കളർഫുള്ളാക്കി മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടർമാർ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് മുന്നണികൾ നിലമ്പൂർ ടൗണിൽ നടത്തിയ കൊട്ടിക്കലാശം പ്രവർത്തകർക്കും നേതാക്കൾക്കും ഏറെ ആവേശം പകർന്നു. കനത്ത പോലീസ് സംരക്ഷണയിലാണ് കൊട്ടിക്കലാശം അരങ്ങേറിയത്. വൈകുന്നേരം 4 മണിയോടെ തന്നെ 3 മുന്നണികളുടെയും നേതാക്കളും പ്രവർത്തകരും കൊട്ടിക്കലാശം കളർഫുള്ളാക്കാൻ പാർട്ടി കൊടികളും സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ പതിച്ച തൊപ്പികളും ടീഷർട്ടുകളും ധരിച്ച് കെൻചി റോഡിലേക്ക് എത്തിത്തുടങ്ങി. കൊട്ടിക്കലാശത്തിന്റെ ആവേശം ചോരാതെ കാണാനും എന്നാൽ കൊട്ടിക്കലാശം സമാധാനപരമായി നടത്താനും പോലീസ് പ്രത്യേകം സ്ഥലങ്ങൾ പാർട്ടികൾക്ക് അനുവദിച്ചു നൽകിയിരുന്നു. നിലമ്പൂർ വില്ലേജ് ഓഫീസ് പരിസരത്തായി കെൻചി റോഡിൽ LDF-ഉം ഇതിനു സമീപം മഹാറാണി ജംഗ്ഷനിൽ NDA-യും നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് UDF-ഉം കൊട്ടിക്കലാശം ആഘോഷമാക്കി. BSF സേന ഉൾപ്പെടെ നിലമ്പൂർ DYSP-യുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടായിരുന്നു. കൊട്ടിക്കലാശം ഏറെ സമാധാനപരമായാണ് നടന്നത്. കൊട്ടിക്കലാശ സ്ഥലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ കൂടിയെത്തിയതോടെ പ്രവർത്തകരുടെ ആവേശം വാനോളം ഉയർന്നു. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് കൊട്ടിക്കലാശത്തിൽ പങ്കാളിയാവാൻ 5:50 എത്തിയതോടെ ആവേശഭരിതരായ നേതാക്കളും പ്രവർത്തകരും എടുത്തുയർത്തിയാണ് വാഹനത്തിലേക്ക് എത്തിച്ചത്. ഒരിക്കലും ഒരുത്തനും ഇങ്ങോട്ട് കടന്നു വരുവാൻ സാധ്യമാകാത്ത തരത്തിൽ 12,277 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നാം വിജയിപ്പിച്ച കുട്ടികൾക്ക് ഇതായി കടന്നു വരികയാണ്. 19-ാം തീയതി നടക്കുന്ന വോട്ടെടുപ്പിലൂടെ വോട്ടിന്റെ അംഗീകാരം കൈപ്പറ്റിക്കൊണ്ട് ആര്യാടൻ സംഘത്തിന് വർദ്ധിത ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി. നിലമ്പൂർ കീർത്തിപ്പടിയിൽ നിന്നും പ്രവർത്തകർക്കൊപ്പം LDF സ്ഥാനാർത്ഥി U ഷറഫ് അലി കലാശക്കൊട്ടിലേക്കെത്തി. NDA പ്രവർത്തകർക്ക് ആവേശം പകർന്ന് NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട്ടും എത്തിയതോടെ 3 മുന്നണികളുടെയും കൊട്ടിക്കലാശം ഏറെ ആവേശമായി. നിലമ്പൂരിൽ 3 മുന്നണികളും ഇക്കുറി താഴെത്തട്ട് മുതൽ ശക്തമായ പ്രചരണമാണ് നടത്തിയത്. പ്രചരണ വാഹനങ്ങളും പ്രവർത്തകരെയും കൊണ്ട് കെൻചി റോഡ് നിറഞ്ഞത് കലാശക്കൊട്ട് കാണാനെത്തിയവർക്കും ആവേശമായി. വലിയ ഒരു ജനക്കൂട്ടമാണ് കലാശക്കൊട്ട് കാണാനെത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ കലാശക്കൊട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ കലാശക്കൊട്ടിൽ 3 മുന്നണികൾക്കും അവരുടെ ശക്തിക്കനുസരിച്ചുള്ള പ്രവർത്തകരെ എത്തിക്കാനായോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കലാശക്കൊട്ട് കാണാനായതിന്റെ സംതൃപ്തിയിലാണ് നിലമ്പൂരിലെ വോട്ടർമാർ. A+ വിഷൻ, നിലമ്പൂർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.